പത്തനംതിട്ട റാന്നി ഐത്തലയിൽ കളരിക്കൽ കടവിൽ വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. +2 വിദ്യാർത്ഥികളായ കോന്നി സ്വദേശി ജോഷിൻ, മൈലപ്ര സ്വദേശി ക്രിസ് എന്നിവരെയാണ് കാണാതായത്. ഫയർഫോഴ്സ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവരുമായി ഗൂഗിൾ രമേശ് ചേരുകയാണ്. ഗൂഗിൾ, എപ്പോഴായിരുന്നു സംഭവം? തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? ഗൂഗിൾ, കേൾക്കാമെങ്കിൽ എപ്പോഴായിരുന്നു ഈ കുട്ടികളെ കാണാതായത്? ഇവർക്കായുള്ള രക്ഷാപ്രവർത്തനം, തെരച്ചിൽ എങ്ങനെ നടക്കുന്നു ഇപ്പോൾ? ഇന്ന് വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് വിദ്യാർത്ഥികളെ പമ്പ നദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. ഈ പത്തനംതിട്ടയിൽ ഒരു പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് കേറ്ററിംഗിന് വന്നതാണ് 10ഓളം വിദ്യാർത്ഥികൾ. അവർ അതിനുശേഷം ആ ജോലിക്ക് ശേഷമാണ് ഈ റാന്നിയിലുള്ള ഈ കളരിക്കൽ കടവിൽ കുളിക്കാനായിട്ട് ഇറങ്ങിയത്. അതിൽ 3 വിദ്യാർത്ഥികൾ നിലതെറ്റി ഒഴുക്കിൽപ്പെടുകയാണ് ഉണ്ടായത്. അതിൽ ഒരു വിദ്യാർത്ഥി രക്ഷപ്പെട്ടു. ബാക്കി 2 വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടു പോയത്. ഇവരെ രക്ഷിക്കുവാനായിട്ട് നാട്ടുകാരും കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളും ഒക്കെ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ നടന്നില്ല. പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയും വിദ്യാർത്ഥികളെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. നിലവിലിപ്പോൾ വെളിച്ചക്കുറവ് കൂടി വന്നതോടുകൂടി തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളതെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. +2 വിദ്യാർത്ഥികളാണ് ഇരുവരും. കോന്നി സ്വദേശിയായിട്ടുള്ള ജോഷിൻ, മൈലപ്ര സ്വദേശിയായിട്ടുള്ള ക്രിസ് എന്നിങ്ങനെയാണ്. ഗൂഗിൾ, എന്തായാലും തെരച്ചിൽ പുരോഗമിക്കുകയാണ്. +2 വിദ്യാർത്ഥികളായ 2 കുട്ടികളെയാണ് ഇന്ന് കുളിക്കാൻ ഇറങ്ങവേ കാണാതായത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.